ഇവരൊക്കെ വിളിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ട കളികൾ, പാട്ടുകൾ, ഒലപ്പേപ്പി വിളിക്കാമോ, ഒലപ്പന്തു ചമയ്ക്കാമോ, കടലാസൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ. കളിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഓടിച്ചാടി നടക്കാനും കുറച്ച് വെയിൽ കൊള്ളാനും മഴച്ചാറ് കൊള്ളാനും സ്വന്തമായി കുളിക്കാനും സ്വന്തമായി ശൗചാലയങ്ങളിൽ പോയി വൃത്തിയാക്കാനും ഒക്കെ കഴിവ് നേടുന്ന തരത്തിൽ സ്വാശ്രയ ബോധത്തിലേക്ക് കുട്ടിയെ വളർത്താൻ പ്രീ സ്കൂളിൽ കൂടി തന്നെ സാധിക്കണം. അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രകൃതി അപര്യാപ്തതാ രോഗം ബാധിച്ചിരിക്കുകയാണ്. പ്രകൃതി അപര്യാപ്തതാ രോഗം അത് ഇവിടുത്തെ ഡോക്ടർമാർക്ക് ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കേരളക്കാർ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. ആ താല്പര്യത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് എനിക്ക് മുമ്പ് സംസാരിച്ചതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ 1ാം ക്ലാസ് മുതൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആൾക്കാർ. ജനിച്ചു വീഴുന്ന കുട്ടി, ആ കുട്ടിയുടെ വളർച്ച, ആ കുട്ടിയുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ഭാവി വിദ്യാഭ്യാസത്തിന് ഉതകുന്ന തരത്തിൽ ഈ കുട്ടികളെ എങ്ങനെ പരിചരിക്കണം, അവർക്ക് നൽകേണ്ട പോഷക സമൃദ്ധമായ ഭക്ഷണം, പ്രതിരോധം, ശൈശവ പൂർവകാലത്ത് ഉണ്ടാവാനിടയുള്ള പരിമിതികൾ കണ്ടെത്തൽ, ഇതിലൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ താല്പര്യം ഉള്ള ആളുകൾ വലിയ താല്പര്യം കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വാസ്തവത്തിൽ ഒരു കുട്ടി ജനിച്ച് 1000 ദിവസം കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിന്റെ 82% വികാസവും അല്ലെങ്കിൽ തലച്ചോറിന്റെ ഭാരം 82% പൂർത്തിയാവുന്നു എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ ഒരു പെറ്റു വീഴുന്ന ഒരു കുട്ടി അമ്മയോട് ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, തൻ്റെ ചുറ്റുപാടിനോട് പ്രതികരിക്കുന്നു. അങ്ങനെ ആ കുട്ടീൻ്റെ അനുഭവ ലോകം വികസിച്ച് വരികയാണ്. കണ്ട്, കേട്ട്, രുചിച്ച്, സ്പർശിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന ഈ അനുഭവങ്ങളിലൂടെ ഈ കുട്ടി എന്താണ് അന്വേഷിക്കുന്നത്? ഈ ലോകത്തെ അറിയാനാണ്, ഈ ലോകത്തെ മനസ്സിലാക്കാനാണ്. ആ കുട്ടിക്ക് അളവറ്റ ജിജ്ഞാസയുണ്ട്. എന്ത് കാര്യം കയ്യിൽ കിട്ടിയാലും അതിനെ പരിശോധിക്കാനുള്ള, പരിശോധനയുടെ ഫലമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പരിശോധിക്കാനുള്ള താല്പര്യമുണ്ട്. വിശ്രമമില്ല ഈ കുട്ടിക്ക്, നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അളവറ്റ ജിജ്ഞാസ മാത്രമല്ല, കൗതുകം, ഇതൊക്കെയുള്ള അപൂർവമായിട്ടുള്ള ഒരു ജീവിയാണ് ഈ മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെയാണ് കുട്ടിയുടെ ശാരീരികവും ബുദ്ധിപരവും വൈകാരികവും ഭാഷാപരവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പടവുകളും ആ കുട്ടി ഇങ്ങനെ കയറി പോകുന്നു. ഈ ചുറ്റുപാടുമായി ബന്ധപ്പെടുമ്പോഴാണ്, അമ്മ മുതലുള്ള എല്ലാ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. ഇവയൊക്കെയാണ് വാസ്തവത്തിൽ വളർന്നു വരുമ്പം ഒരു കുട്ടിയുടെ അറിവായിട്ടും കഴിവായിട്ടും ഭാഷയായിട്ടും
ശാരീരിക ചലന ശേഷികളായിട്ടും സർഗാത്മകമായിട്ടുള്ള കഴിവുകളായിട്ടും പ്രതികരണങ്ങളായിട്ടും അത് അവതരിപ്പിക്കുന്ന രൂപങ്ങളായിട്ടും ഒക്കെ മാറി വരുന്നത്. ഇതൊക്കെ തന്നെയല്ലേ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനവും? പറഞ്ഞതൊക്കെ തന്നെയല്ലേ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനവും? അപ്പോ ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ തന്നെ അത് പിൽക്കാലത്ത് നമ്മൾ ഔപചാരിക വിദ്യാഭ്യാസമായിട്ട് അച്ചടിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളിലൂടെയാണ് ഈ കുട്ടി തൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെടുമ്പോൾ വളർന്നു വരുന്നത്. ഈ 1000 ദിവസം കൊണ്ട് ഏതാണ്ട് 90% വളർച്ച കൈവരിക്കുന്ന ഈ തലച്ചോറിനകത്ത് നമുക്കറിയാം 10,000 കോടിയിലധികം തലച്ചോറിന്റെ കോശങ്ങൾ, ന്യൂറോണുകൾ എന്ന് പറയും. ഈ കോശങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഭാവിയിൽ ആ കുട്ടിയെ കഴിവുള്ളവനാക്കുന്നത്, ബിരുദുള്ളവനാക്കുന്നത്, നല്ല ഭാഷാ ശേഷിയുള്ളവനാക്കുന്നത് ഒക്കെ ആക്കി മാറ്റുന്നത്. എല്ലാ വളർച്ചയുടെ അടിസ്ഥാനം അതാണ്, ആ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധമാണ്. അതിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമോ? തലയിൽ വരച്ചതല്ലേ, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെയല്ലേ ഉണ്ടാവും. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അതിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അതാണ് ശൈശവകാല വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? ഈ ന്യൂറോണുകളുടെ പരസ്പര ബന്ധം ശക്തിപ്പെടണമെങ്കിൽ, വിപുലമാകണമെങ്കിൽ, വ്യാപകമാകണമെങ്കിൽ ആ ന്യൂറോണുകൾക്ക് ശക്തി ഉണ്ടാവണം. ആ ശക്തി ഉണ്ടാവണമെങ്കിൽ ആ കോശങ്ങളെ പൊതിയുന്ന മൈലിനേഷൻ അത് കൃത്യമായി നടക്കണം. അത് നടക്കണമെങ്കിൽ അതിനാവശ്യമായ പോഷകാഹാരം കുട്ടിക്ക് കിട്ടണം. ആ പ്രോട്ടീൻ മാത്രം പോരാ, കാർബോഹൈഡ്രേറ്റ് മാത്രം പോരാ, കൊഴുപ്പ് മാത്രം പോരാ, സൂക്ഷ്മ മൂലകങ്ങൾ വേണം, ഒക്കെ വേണം. അപ്പം ഒരു ജനിച്ചു വീഴുന്ന കുട്ടിക്ക്, ഗർഭസ്ഥ ശിശുവിനടക്കം കേട്ടോ, ഒരു കുട്ടി നന്നായി ആരോഗ്യത്തോടു കൂടി ജനിക്കണമെങ്കിൽ ഗർഭസ്ഥ ശിശുവിനും അതിനെ വഹിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയ്ക്കും ആരോഗ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ കഴിക്കാൻ പോകുന്ന വരനും കഴിക്കാൻ പോകുന്ന വധുവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അവിടെയൊക്കെയാണ് ഈ വിവാഹ പൂർവ്വ കൗൺസിലിങ്ങിന്റെ ഒക്കെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ശൈശവകാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എവിടെയാ എത്തുന്നത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വധൂവരന്മാര് എത്തിച്ചേരുന്ന നിഗമനങ്ങളിലും അവരുടെ ആരോഗ്യപൂർണമായ കാഴ്ചപ്പാടിലും അടക്കം ഇത് പ്രതിഫലിക്കുന്നുണ്ട് എന്നർത്ഥം. അത്രയും വേറുണ്ട് ഇതിന്, ഈ വിഷയത്തിന്. അങ്ങനെ വരുമ്പം കുട്ടിയുടെ ന്യൂറോണുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, കഴിവ് വർദ്ധിപ്പിക്കാൻ സമൃദ്ധമായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം അത്യാവശ്യം. അപ്പൊ അതൊക്കെ ഉഷാറായ പോരാ, അതിനെ പ്രയോഗിക്കാൻ സാധിക്കണം. ഈ തലച്ചോറ് ന്യൂറോണുകളുടെ പരസ്പര ബന്ധത്തെ പ്രചോദിപ്പിക്കാൻ സാധിക്കണം. അതെങ്ങനെ പ്രചോദിപ്പിക്കാൻ സാധിക്കും? അതിനാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സമൃദ്ധമായ പോഷകാഹാരം പോലെ തന്നെ സമൃദ്ധമായ അനുഭവങ്ങൾ കിട്ടണം കുട്ടിക്ക്. കാണാനും കേൾക്കാനും രുചിക്കാനും ആസ്വദിക്കാനും എല്ലാത്തിനും പറ്റുന്ന തരത്തിലുള്ള സമൃദ്ധമായ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ കിട്ടണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ഒരു കുട്ടിയുടെ ശൈശവകാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളെ വിപുലപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഈ കുട്ടികൾക്ക് സമൃദ്ധമായ പോഷകാഹാരവും സമൃദ്ധമായ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളും കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ല ഒരു ഭാവി സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, കുട്ടികൾ പശുവിൻ്റെ കുട്ടീൻ്റെ മാതിരി അല്ലല്ലോ. പ്രസവിച്ച് കഴിഞ്ഞ് ആരെങ്കിലും നമ്മളൊന്ന് പിടിച്ച് അതിൻ്റെ അമിഞ്ഞപ്പാലിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ ഒന്ന് നുണഞ്ഞ് പിന്നെ അത് ഓടിക്കളിക്കും. അങ്ങനെയല്ല മനുഷ്യക്കുട്ടി. അപ്പൊ മനുഷ്യക്കുട്ടിക്ക് കഴുത്തുറയ്ക്കുന്നത്,
അത് ചരിഞ്ഞു കിടക്കുന്നത്, അത് കമഴ്ന്നു കിടക്കുന്നത്, അത് മുട്ടിട്ടഴയുന്നത്, അത് നിൽക്കുന്നത്, അത് നടക്കുന്നത്, ഇതിനൊക്കെ ഓരോ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ തലച്ചോറിനകത്തുള്ള കോശങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ത്വരിതഗതിയിലുള്ള വളർച്ചയുടെ ചില ഘട്ടങ്ങളിലാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോ മസ്തിഷ്ക ഭൂപടത്തിലെ മാറ്റങ്ങൾ അത്യന്തം സങ്കീർണമാണ്. അതേ അവസരത്തിൽ അത് വളരെ ലോലവുമാണ്, ഫ്രജയിലാണ്. നമ്മൾ പരിസ്ഥിതിനെ പറ്റിയൊക്കെ പറയല്ലേ, ഫ്രജയിലാണെന്ന് പറഞ്ഞാൽ അതുപോലെ ഫ്രജയിലുമാണ്. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. ശാസ്ത്രീയമായ പരിചരണം, പോഷണം, സമൃദ്ധമായ അനുഭവങ്ങൾ, പ്രതിരോധം, രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധം, എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അത് പൂർവ്വകാലത്ത് തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ. അതിനിർണായകമായിട്ടുള്ള ഈ ഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്? അതിനെപ്പറ്റി ഒരുപാട് വിദഗ്ധന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അനുഭവിച്ചിട്ടുള്ള സമയം കഴിഞ്ഞു. അതിന്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ പറയാം. വളരെ 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 ചുരുക്കിയിട്ടുള്ളൊരു കാര്യം പറയാം. ചുറ്റുപാടുമായി ഇടപഴകുമ്പോഴാണ് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഗ്രഹിക്കുന്നത്. ശൈശവം എന്നത് മുതിർന്നവരുടെ തോന്നലുകൾക്കും ധാരണകൾക്കും അനുസരിച്ച് എങ്ങനെയും ആവാം എന്ന ധാരണ തെറ്റാണ്. ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ കുട്ടീനെ മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇതൊരു കളിമണ്ണോ മെഴുകോ ഒരു ഒഴിഞ്ഞ സ്ലേറ്റോ അല്ല. ഇതാരൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്. സഹജമായ കുട്ടിയുടെ കൗതുകവും ജിജ്ഞാസയും പരിഗണിക്കാതെയുള്ള ഒരു ഇടപെടലും ആ കുട്ടിക്ക് ഗുണം ചെയ്യില്ല. ഇതൊക്കെയാണ് ഏതാണ്ട് 550 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന കൊമേനിയസ് മുതൽ നമ്മളെയൊക്കെ കൂടെ ജീവിച്ച ഹവാർഡ് ഗാർഡനർ വരെയുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫ്രോബൽ കിൻഡർഗാർട്ടൻ ആരംഭിച്ചത്. മരക്കഷ്ണങ്ങളുടെ വിവിധ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് കളികളിലൂടെ അദ്ദേഹം പറയുന്നത് അടിസ്ഥാനപരമായി കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കളിയാണ്. ഈ പ്രപഞ്ചത്തെ ഈ ലോകത്തെ ഒക്കെ കുട്ടിക്ക് കളിയുടെ അകത്തോട് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ കളിയിലൂടെയുള്ള പഠനം മാത്രമേ പാടുള്ളൂ എന്ന് പറയുകയാണ്. ഫ്രോബൽ ഇന്ന് മരിച്ചിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇസ്രയേലും അമേരിക്കയും ഗാസയിൽ ഇട്ടിട്ടുള്ള ബോംബിന്റെ അത്ര ബോംബൊന്നും മതിയാകുകയില്ല. അതിൻ്റെയൊക്കെ ഇരട്ടിക്ക് ബോംബ് വേണ്ടി വരും ഇവിടുത്തെ LKG UKGകളെ നശിപ്പിക്കാൻ, ബോംബിട്ട് നശിപ്പിക്കാൻ. കാരണം ഫ്രോബലും മോണ്ടിസോറിയും ഗാന്ധിജിയും പിയാഷയും വൈഗോട്സ്കിയും ഒന്നും പറഞ്ഞ മാതിരിയൊന്നും അല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള ആഗോള നവലിബറൽ കാഴ്ചപ്പാടിനനുസരിച്ച് എന്റെ കുട്ടിയെ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്, അത് എന്താക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അറിവില്ലാ പൈതങ്ങളെ അറിവില്ലാ പൈതങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. സജീന്ദ്രൻ മാഷ് ഒരു പാട്ടിട്ട് പരിഷത്തിലുള്ള എന്താണ്, ഞാൻ പാടുന്നില്ല, അല്ല നിങ്ങൾക്ക് പാടാന്ന് പറയാ, എന്റെ സമയം പോയി പോകും. നമ്മുടെ കുഞ്ഞണിയത്തിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, അത് ഈ കോണ്ടസ്റ്റിൽ എഴുതിയതല്ല. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ആന്തരികമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് വികസിക്കാനുള്ള അവസരമാണ് കൊടുക്കേണ്ടത്. പ്രകൃതിയിലേക്ക് തുറന്നു വെക്കുകയാണ് വേണ്ടത്. നൈസർഗികമായുള്ള ഒരു വാസന എന്നോണം അത് വളരും. അങ്ങനെ 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 തനിയെ വളരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ ഗണേശ മാഷൊക്കെ പറഞ്ഞ വൈഗോട്സ്കി ഒരു മാറ്റം വരുത്തിയത്. അത് തനിയെ അങ്ങനെ വളരുന്നതല്ല. ആ വളർച്ചയ്ക്ക് സാംസ്കാരികവും സാമൂഹ്യവുമായ ഘടകങ്ങളുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്യാപികയുടെ റോൾ, അങ്കണവാടി വർക്കറുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുമായി ഇടപഴകുന്ന സമയത്ത് ആ കുട്ടിക്ക് നിലവിലുള്ള ഒരു അറിവിന്റെ ഒരു തലത്തെ
വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് എൻ്റെ അറിവ് താഴ്ന്നതാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. അതിനെ അറിവുള്ളവരുമായി താരതമ്യം ചെയ്ത് അതിനെ സമതുലിതമാക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തിനാണ് പഠനം എന്ന് പറയുന്നത്. അതാണ് പിയാഷയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ ടീച്ചറുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ ഒരു കുട്ടിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ടിൽ മനഃശാസ്ത്ര രംഗത്തും നാഡീ മനഃശാസ്ത്ര രംഗത്തും ഒക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് വാസ്തവത്തിൽ പണ്ട് കാലത്ത് ചൊല്ലിക്കൊടുക്കുക, കാണാപ്പാടം പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക എന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പഠനത്തിന് ഓരോ ഘട്ടത്തിലും ചില പ്രത്യേകതകളുണ്ട്. 1 വയസ്സായ കുട്ടിയും 2 വയസ്സായ കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് അളവിൽ മാത്രമല്ല, അറിവ് സ്വീകരിക്കുന്നതിന്റെ ഗുണത്തിലും വ്യത്യാസമുണ്ട്. അറിവിന്റെ ഇപ്പൊ 1-ാം ക്ലാസ്സിലെ കുട്ടീന്റെ അറിവ് 15ആണ്, 2-ാം ക്ലാസ്സിൻ്റെത് 30ആണ്. അങ്ങനെയല്ല, 15ഉം 30ഉം മാത്രമല്ല, അതിന്റെ ഗുണത്തിലും വ്യത്യാസമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ലോകത്ത് പല സ്ഥലത്തും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് വികാസത്തിന്റെയും പഠനത്തിന്റെയും പിറകിലെ മാനസിക പ്രക്രിയകളെ വിലയിരുത്തിക്കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇതിനോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ കേരളത്തെ പറ്റിയാ പറയുന്നത്, ഇന്ത്യയെ പറ്റിയല്ല. ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയണ്ട. കാരണം ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഈ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഇവിടെ കിട്ടുന്നുണ്ട്. എങ്ങനത്തേതാണ് കിട്ടുന്നത്? 33,115 അങ്കണവാടികൾ അല്ലേ? 2,159 ഗവൺമെന്റ് ഹോണറേറിയം കിട്ടുന്ന ഗവൺമെന്റ് സ്കൂളിനോടനുബന്ധിച്ചുള്ള പ്രീ സ്കൂളുകൾ. ഓണറേറിയം ഇല്ലാത്ത ഗവൺമെന്റ് സ്കൂളിലെ 1,421 എണ്ണം. ഇതൊക്കെ ഈ കണക്കൊന്നും ഇപ്പം നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന. ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടാവും. എന്നാൽ എവിടെയെങ്കിലും വെച്ചൊന്ന് പിടിക്കണമല്ലോ. അങ്ങനെ പിടിച്ചു പറയാൻ. എയ്ഡഡ് സ്കൂളുകൾ 2,525 പ്രീ സ്കൂളുകൾ. വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്ന 58 എണ്ണം. പിന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശിശുക്ഷേമ സമിതി, പട്ടികജാതി പട്ടികവർഗം സ്വകാര്യ സ്ഥാപനത്തിൻ്റെത് കണക്കില്ല. എല്ലാം കൂടി ഒരു 50,000-ത്തിലധികം എന്തായാലും ഉണ്ടാവും. എന്ത് ഏകോപനമാണ് ഇവിടെ ഉള്ളത്? ഇതിന് ആരാണ് ഏകോപിപ്പിക്കുന്നത്? പലതും പല വിധത്തിലാണ് ചെയ്യുന്നത്. ഏതാണ്ട് 10-12 ലക്ഷം കുട്ടികൾ പ്രീ സ്കൂൾ പ്രായക്കാരുണ്ടാകുമ്പോൾ ഇതിലെല്ലാം കൂടി നമ്മൾ വീതം വെച്ചാൽ ഒരു 4 ലക്ഷത്തോളം കുട്ടികൾ എവിടെയാ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. ആർക്കപ്പം പിടുത്തം വേണ്ട? ആർക്കും പിടുത്തം വേണ്ട. അതുകൊണ്ട് നാഗശ്ശേരി പഞ്ചായത്ത് ഇല്ലേ, അതിന്റെ പേരെന്താ ഈ പഞ്ചായത്ത്? ഈ പഞ്ചായത്തുകാർ കണ്ടുപിടിക്കണം ഈ പഞ്ചായത്തിൽ എത്ര കുട്ടികളുണ്ട്. എന്റെ പഞ്ചായത്തിൽ 960 കുട്ടികളുണ്ട്. ഏത് ഈ പ്രായത്തിൽപ്പെട്ട കുട്ടികളാണ്, ആകെ കുട്ടികളല്ല. അതിൽ 400 കുട്ടികൾ മാത്രമാണ് അങ്കണവാടികളിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 330 എണ്ണേ അവിടെ വരുന്നുള്ളൂ. 22 അങ്കണവാടി ഉണ്ട്. 2 എണ്ണത്തിനെ കെട്ടിടം ചെയ്യാണ്ടുള്ളൂ. പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ വലിയൊരു വിഹിതം ഇതിൽ ചെലവാക്കുകയാണ്. എന്തിന്? പോഷകാഹാരത്തിന്, കുട്ടികളുടെ പഠന മറ്റു കാര്യങ്ങൾ കൗതുകകരമാക്കാൻ വേണ്ടി അങ്കണവാടിക്ക് ലൈറ്റിന്, അതിന്റെ കറണ്ടിന്, അതിന്റെ പാചകവാതക ഗ്യാസിന് എല്ലായിടും ഗ്യാസ് ഉണ്ട്. കളിക്കാൻ സ്ഥലമില്ല. എല്ലായിടും ഗ്യാസ് ഉണ്ട്, കളിക്കാൻ സ്ഥലമില്ല. പണ്ടത്തെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മളെ പഴയ മരുമക്കത്തായ കുടുംബം, സാധാരണ കുടുംബമല്ല, സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത് കാണുന്നത്. അങ്ങനെ താഴോട്ട് പോലെയൊന്നും കാണുകയില്ല, ഉമ്മറൊന്നും കാണുകയില്ല, അങ്ങനെ കുനിഞ്ഞു പോണ്ട ആ മാതിരിത്തെ അങ്കണവാടികളാണ് ബഹുഭൂരിപക്ഷം. ചിലതൊക്കെ ഇപ്പൊ മാറ്റി നന്നാക്കുന്നുണ്ട്. കളിക്കാൻ സ്ഥലമില്ല. പ്രോബലും കൊമാനിയസും റൂസവും ഒക്കെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ഇതിന്റെ ഉള്ളിൽ കുത്തിരിഞ്ഞിട്ട് അങ്കണവാടി ടീച്ചർക്ക് 100 കൂട്ടം പണി ഉണ്ടാവും.
16 17 രജിസ്റ്റർ ഉണ്ട് സൂക്ഷിക്കാൻ, അല്ലേ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഓരോ ചിരി കണ്ടാ മനസ്സിലാവും. ആ അതാ ഓരോ ജോലി ഭാരം പറയുമ്പോ അന്നേരം കയ്യടി വരും. അത് ഞാൻ കുറെ കണ്ടതാ. അപ്പോ അതിനിടയ്ക്ക് ഇവരെ ഈ എഡ്യൂക്കേഷൻ ചെയ്യിക്കാൻ എടിയ സമയം. എന്നിട്ടും ഈ പാവങ്ങള് അതാ നാളെ അവിടെ കുട്ടികൾ ഇല്ലാണ്ടായി പോരുതെന്ന് വിചാരിച്ചിട്ട് മരണക്കളി കളിക്കുക. അപ്പോഴാണ് അവരോട് പറയുന്നത്, നിങ്ങൾ മലയാളം പഠിക്കുക, ആ കൗണ്ട് മാറ്റി ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഇവർക്ക് വെച്ചാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് കിട്ടിയില്ല. പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് അല്ല ഇവർക്ക് കിട്ടിയത്. അത് കുറച്ചു കാലം മുമ്പ് IRTC വെച്ചിട്ട് പരിഷത്തൊക്കെ നടത്തിയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ് ഇവർക്ക് കിട്ടിയത്. അപ്പൊ വലിയ സാമൂഹ്യ സമ്മർദ്ദമാണ് ഇതിൻ്റെയൊക്കെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടങ്ങളിൽ ഒരു ഏകോപനവുമില്ല. അങ്കണവാടികളിലാണെങ്കിൽ നമ്മളെല്ലാം കൂടി തയ്യാറാക്കിയിട്ടുള്ള അങ്കണത്തൈമാവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലായി? അത് 3 വട്ടം പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. അതിനകത്ത് പലതും ഇപ്പൊ തെറ്റാ. കാലം മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പണ്ടത്തെ തന്നെ ശരിയെന്ന് പറഞ്ഞ് കുത്തിരിക്കുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. തിരുത്തപ്പെടുന്നതാണ് ശാസ്ത്രം. അങ്ങനെ നമുക്ക് വിദ്യാഭ്യാസത്തിനും അത് ശാസ്ത്രത്തിന് മാത്രമല്ല വിദ്യാഭ്യാസത്തിനും ബാധകമാണ്. അപ്പൊ തിരുത്തി കൂടുതൽ നല്ല ശരിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകാൻ അങ്കണത്തൈമാവും അങ്കണത്തോണി ഒക്കെ പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചു. അത് അങ്കണവാടികൾക്ക് മാത്രമാണുള്ളത്. ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഗവൺമെന്റ് സ്കൂളിനോട് അനുബന്ധിച്ചുള്ള പ്രീ സ്കൂളുകൾക്ക് കളിത്തോണി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അല്ലേ? അതുപോലെ തന്നെ കളിപ്പാട്ടം എന്ന് പറയുന്ന ഒരു സാധനം. ഇതല്ലാത്ത സ്കൂളുകൾക്കോ എയ്ഡഡ് സ്കൂളിന്റെ കീഴിലുള്ള ഒരു പ്രീ സ്കൂളിലും അംഗീകാരമില്ല. ഒക്കെ അനധികൃതമാണ്, അംഗീകാരം ഇല്ലാത്തതാണ്. നമ്മൾ വിചാരിക്കും എയ്ഡഡ് സ്കൂളിന്റെ കൂട്ടത്തിലാണല്ലോ. അപ്പൊ അംഗീകാരമില്ല. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? ഏത് പുസ്തകമാണ്? ആരെ പുസ്തകമാണ്? വർഗീയവാദികളുടെ പുസ്തകമാണോ? വിഘടനവാദികളുടെ പുസ്തകമാണോ? ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഒരു വിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ പാട്യാലയിലുള്ള NIA കോടതിയിലേക്ക് കൊണ്ടുവന്ന ചങ്ങാതിന്റെ നേതൃത്വത്തിലുള്ള പുസ്തകമാണോ? അയാൾ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള വലിയ ആളാ. അയാളുടെ പുസ്തകമാണോ? എന്ത് പുസ്തകമാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളോട് പൈസ വാങ്ങുന്നത് എന്തിനാണ്? അവിടുത്തെ ടീച്ചർക്ക് എന്ത് ശമ്പളം കൊടുക്കുന്നത്? അത് കേന്ദ്രാവിഷ്കൃത സ്കീമൊന്നും അല്ലല്ലോ. പ്രീ സ്കൂൾ ടീച്ചർ എന്താ കൊടുക്കുന്നത്? ഈ പുസ്തകം വിറ്റ കമ്മീഷന്റെ അകത്തുനിന്ന് വേണം കൊടുക്കാൻ. വേണ്ടേ? അത് വിറ്റിട്ടില്ലെങ്കിൽ അവർക്ക് പൈസ ഇല്ല. ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് സമ്പൂർണമായ പോഷകാഹാരം, ഞാൻ ആദ്യം പറഞ്ഞ ബുദ്ധിയെ, ന്യൂറോണുകളെ ത്വരിതപ്പെടുത്താൻ വേണ്ട പോഷകാഹാരം ഈ പ്രായത്തിൽ നമ്മളെ എയ്ഡഡ് സ്കൂള് ഗവൺമെന്റ് സ്കൂളിനോടൊപ്പമുള്ള പ്രീ സ്കൂളിലെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? അങ്കണവാടിക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? അമൃതം പൊടിയുണ്ട്, മറ്റു പലതും ഉണ്ട്. അമൃതം പൊടി വാങ്ങിക്കൊണ്ടുപോയിട്ട് പശുവിനും ആടിനും കലക്കി കൊടുക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. അമ്മായിനെ കാണാൻ പോകുമ്പോ 10 രൂപ ഇട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത് ഫലപ്രദമായി കൊടുക്കാതെ അതിന് അങ്കണവാടിയോട് അനുബന്ധിച്ചുള്ള ഒരു സമിതി ഉണ്ട്. എന്താ സമിതിന്റെ പേര്? ഒരു ഉപദേശക സമിതി ഉണ്ട്. ഞങ്ങളെ പഞ്ചായത്തിൽ ആ ഉപദേശക സമിതി മുഴുവൻ വിളിച്ചു ചേർത്ത് അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നോക്കിയിട്ട് അതുകൊണ്ട് ഈ അമൃതം പൊടിയൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ അത് എല്ലാ ദിവസവും ഒരേമാതിരി സാധനം ഉണ്ടാക്കി കൊടുക്കാണ്ട് വ്യത്യസ്തമായ രീതിയിൽ രുചികരമായും കാഴ്ചയ്ക്കും ആകൃതിയിലും വ്യത്യസ്തമായ വിഭവങ്ങളാക്കി കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ ഇടപെടലാണ് ആ രംഗത്ത് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും അല്ല പല സ്ഥലത്തും നടക്കുന്നത്. അപ്പൊ വികലമാക്കപ്പെട്ട പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, ഏകോപനമില്ലാത്ത പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, ഒരു പൊതുപ്രവർത്തന ചട്ടക്കൂട് ഇല്ലാത്ത പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അവിടുത്തെ പരിശോധന ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ എല്ലാ സ്കൂളിലുള്ള പ്രീ സ്കൂളൊക്കെ AEOമാര് DOമാരും അത് പരിശോധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ആർക്കൊരാൾ കൈപൊക്കണം, ഉണ്ട് എന്ന് പറയണം. കൈക്ക് സൂക്കടായിട്ടല്ലേ എല്ലാവർക്കും, അല്ലേ? ആരും ഇല്ല, ഇവിടെ എന്തായാലും ഇല്ല. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട വളരെ ഫ്രജൈലായിട്ടുള്ള വളരെ ഭാവിയെ സ്വാധീനിക്കുന്ന തലച്ചോറിന്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തെ ഇങ്ങനെ ആർക്കും വേണ്ടാത്തതായി വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനെ നമുക്ക് ഏകോപനത്തോട് കൂടിയിട്ട്
അതിൻ്റെ വ്യവസ്ഥപ്പെടുത്തിയിട്ട് ഇതിനെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രീ സ്കൂളുകൾ സ്ഥാപിക്കാൻ പാടുള്ളൂ. ഇപ്പോ ഒരു കുമിട്ടിപ്പീഡിയ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുവാദം വേണം, വേണ്ടേ? നിങ്ങൾക്ക് ഒരു പ്രീ സ്കൂൾ തുടങ്ങണമെങ്കിൽ ആരെയും അനുവാദം വേണ്ട, എവിടെ വേണമെങ്കിൽ തുടങ്ങാം. പ്രീ സ്കൂൾ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഏത് പീഡിയന്റെ മുകളിലും ഒരു ബോർഡ് വെച്ചിട്ട് തുടങ്ങാം, ആർക്കും തുടങ്ങാം. അവിടെ മനഃശാസ്ത്രമുണ്ടോ, അവിടെ പോഷകാഹാരമുണ്ടോ, അവിടെ പ്രതിരോധമുണ്ടോ, അവിടെ കുട്ടികളുടെ വികാസ മേഖലകൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ല എന്നുള്ളത് വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോണ്ടി വരുമ്പോൾ നമ്മൾ വായി തുറക്കുമ്പോഴേക്ക് ഇവർ മരുഭൂമിയിൽ മഴ പെയ്ത മാതിരിയാണ് അതിനെ സ്വീകരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതുവരെ ഇതൊന്നും കേട്ടില്ല. അപ്പൊ ഇത്രയും നിരുത്തരവാദപരമായ ഒരു 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 മേഖല, ഞാൻ മൊത്തത്തിൽ പ്രീ സ്കൂളാ പറയുന്നത്, ഏതെങ്കിലും കുറച്ചെങ്കിലും മികച്ച രീതിയിൽ നടക്കുന്നത് അങ്കണവാടിയാണ്. അത് നമ്മളെ സമൂഹത്തിന്റെ ഒരു 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 കാഴ്ചപ്പാട് എന്താ കാഴ്ചപ്പാട്? അത് അത് താണ വരുമാനക്കാരായ ആൾക്കാർക്ക് വേണ്ടതാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടതല്ലല്ലോ എന്ന ധാരണയാണ്. അപ്പൊ അങ്കണവാടികളെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് 100 മടങ്ങ് മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് അങ്കണവാടികൾ എന്ന് തെളിയിക്കാൻ പറ്റും. അതിന്റെ ദൃശ്യ അനുഭവം കൂടി ഉണ്ടാവണം. നിങ്ങൾ ഉള്ളിൽ പണിയെടുത്താൽ കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ അതിന് നമുക്ക് പഞ്ചായത്തുകൾക്ക് വലിയ പങ്കുണ്ടല്ല, വലിയ പങ്കുണ്ട്. എല്ലാ അങ്കണവാടികളിലും കുട്ടികളുടെ ബഹുമുഖമായ കഴിവുകൾ, പാടാൻ, വരയ്ക്കാൻ, അഭിനയിക്കാൻ, കളിക്കാൻ ഒക്കെ ഉണ്ടല്ലോ. ഈ കഴിവുകളൊക്കെ ഉദ്ദീപിപ്പിക്കത്തക്ക വിധത്തിലുള്ള കോർണറുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് പഞ്ചായത്തിനെ സഹായിക്കാൻ പറ്റും. അതിനിതാ പരമേശ്വരൻ മാഷപ്പാര്, മറ്റു മാഷപ്പാരെ പോലത്തെ ഒരുപാട് മാഷപ്പാരുണ്ട്. അവരെ വിളിച്ചിട്ട് നാരായണദാസ് പോയി തോന്നും. ഇവരൊക്കെ വിളിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ട കളികൾ, പാട്ടുകൾ, ഓലപ്പേപ്പി വിളിക്കാമോ, ഓലപ്പന്തു ചമയ്ക്കാമോ, കടലാസൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ. അങ്കണവാടിക്കാർ ഇപ്പോൾ എഴുതാൻ തുടങ്ങും. ഇവിടെ തുടങ്ങി പെണ്ണെടുത്തു, അതുകൊണ്ടാ പറഞ്ഞത്. ഓലപ്പേപ്പി വിളിക്കാമോ എന്ന് പാടുക. ഓലപ്പേപ്പി വിളിക്കാമോ, ഓലപ്പന്തു ചമയ്ക്കാമോ. എന്താ പാടുന്നില്ലേ? ഓലപ്പന്തു ചമയ്ക്കാമോ, കടലാത്തൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ. മരത്തിലേറാൻ അറിയാമോ, ഊഞ്ഞാലിട്ടതിലാടാമോ, എത്താക്കൊമ്പത്താടും മാങ്കനി എറിഞ്ഞു വീഴ്ത്താമോ. ഓലപ്പേപ്പി വിളിക്കാമോ. നിങ്ങൾ പാടിയാ മതി. പിന്നെ കുളത്തിൽ നീന്താൻ അറിയാമോ, മുങ്ങാങ്കുഴിയിട്ടിടാമോ, ഇടിച്ചു നീന്തി മറുകരയെത്തും മിടുക്കിയാരുണ്ട്, മിടുക്കനാരുണ്ട്. എല്ലാവരും പാടുക. ഓലപ്പേപ്പി വിളിക്കാമോ, ഓലപ്പന്തു ചമയ്ക്കാമോ, കടലാത്തൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ. ഇപ്പോൾ ആരെങ്കിലും ഓലപ്പീപ്പി വിളിക്കുന്നു, ആരെങ്കിലും ഓലപ്പന്തോ? അതിന്റെ അർത്ഥം അതല്ല, ആ വസ്തുക്കളല്ല. നിങ്ങൾക്ക് കൈകൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? നിങ്ങൾക്ക് മറയാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ലോകത്തുള്ള മികച്ച പ്രീ സ്കൂളുകളിൽ നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള അനുഭവങ്ങളുണ്ട്. അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം, അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിന്റെ നന്മകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം. കാരണം ഇവരുടെ തലച്ചോറ് ഭാവി ഭാരതത്തിനും ഭാവി ലോകത്തെയും നിയന്ത്രിക്കേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. വടക്കൻ ഇറ്റലിയിലെ നഗരത്തിന് സമീപത്തുള്ള പ്രദേശത്ത് ഒരു 75 വർഷമായി നിലനിൽക്കുന്ന റെജിയോ എമിലിയ എന്ന് പറയുന്ന ഒരു പ്രീ സ്കൂൾ മാതൃകയുണ്ട്. ആ മാതൃക ലോകത്തിന് ഇന്ന് ഒരു വലിയ മാതൃകയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ജോൺ ഡ്യൂയുടെയും പിയാഷയുടെയും വൈഗോട്സ്കിയുടെയും
ഹവാർഡ് ഗാർഡനറുടെയും ഒക്കെ തത്വങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജോൺ ഡ്യൂയിയും ഹവാർഡ് ഗാർഡനറും ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും മനസ്സിലാക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ ശബ്ദങ്ങൾ, അവരുടെ ചിത്രങ്ങൾ, അവരുടെ ആവിഷ്കാരങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ഡോക്യുമെന്റ് ആക്കും അവർ. എന്നിട്ട് ഓഡിയോ ആയി വീഡിയോ ആയിട്ട് അവിടെ കാണാൻ പറ്റുന്നതായിട്ട് കുട്ടികളുടെ പ്രകടനങ്ങളായിട്ട് മുഴുവൻ രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കും. ആ പങ്കുവെക്കുന്നതിലൂടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാവും എൻ്റെ കുട്ടി ഇന്ന കഴിവുകൾ നേടുന്നു. അത് അതിന് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള വിലയിരുത്തലിന് അത് പ്രയോജനപ്പെടുത്തും. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ലോകത്തുണ്ട്. അതാരാണ്? അവിടുത്തെ തൊഴിലാളികളാണ് ഉണ്ടാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു ജനത അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് കളിമണ്ണ് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലും ഒരു കൊടുങ്കാറ്റായി മാറുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ നേരമില്ല. നമ്മൾ ഇന്ന് കോൺക്രീറ്റ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ താമസിച്ച് ചൂടും ഒക്കെ കൊണ്ട് കാലാവസ്ഥാ മാറ്റം എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രകൃതി അപര്യാപ്തത രോഗം ബാധിച്ചിരിക്കുകയാണ്. പ്രകൃതി അപര്യാപ്തത രോഗം അത് ഇവിടുത്തെ ഡോക്ടർമാർക്ക് ആർക്കും അറിഞ്ഞൂടാ. അവര് ന്യൂമോണിയ, ടൈഫോയിഡ് എന്നൊക്കെ പറയും. പക്ഷെ പ്രകൃതി അപര്യാപ്തത രോഗം, അതുകൊണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, തണുപ്പുള്ള പ്രദേശങ്ങളാണല്ലേ, യൂറോപ്പിന്റെയും വടക്ക് ഭാഗത്തുള്ള നോർദിക് രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവരെന്താ ചെയ്യുന്നത്? അവര് കുട്ടികളെയും കൊണ്ട് വനത്തിലേക്ക് പോവുകയാണ്. പ്രീ സ്കൂൾ കുട്ടികളെയും കൊണ്ട് വനാധിഷ്ഠിത പ്രീ സ്കൂൾ. ബാക്കി ഞാൻ പറയുന്നില്ല. അവിടെ പോയാൽ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അത് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വനാധിഷ്ഠിത പ്രീ സ്കൂളുകൾ. ഒരു കുട്ടി ജനിച്ചാൽ സ്വിറ്റ്സർലൻഡിൽ ഏതാണ്ട് ഒരു കൊല്ലക്കാലം അച്ഛനും അമ്മയ്ക്കും ശമ്പളത്തോടു കൂടിയ ലീവാണ്. ഒന്നുകൂടി പ്രസവിച്ചേനെങ്കിൽ അല്ലേ, ശമ്പളത്തോടു കൂടി ലീവ് കൊടുക്കുകയാണ്. എന്താണ്? ആ കുട്ടിയെ പരിചരിക്കാൻ അച്ഛനമ്മമാർ അവിടെ തന്നെ വേണം. അവിടെ തന്നെ വേണം അച്ഛനമ്മമാർ. അപ്പം വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ലോകരാജ്യങ്ങൾ ഈ പ്രീ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നത്. ആ ഗൗരവം നമുക്കുണ്ടാകണമെങ്കിൽ, ഞാൻ അവസാനിപ്പിക്കാണോ നിങ്ങൾ നോക്കണ്ട, ഞാൻ പാട്ടൊന്നും പാടാത്തതാ, എന്റെ പാട്ടിന്റെ അകത്തായിപ്പോ ഇതിന്റെ സമയം അവതരിപ്പിക്കാൻ. അതുകൊണ്ടാണ്. അപ്പോ ഈ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്തിനാണ്? ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ പ്രായത്തിൽ കുട്ടികളെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വർഗീയവാദികൾക്കും വിഘടനവാദികൾക്കും ലാഭം കൊയ്യുന്നവർക്കും ആഗോളവൽക്കരണ ശക്തികൾക്കും വിട്ടുകൊടുത്താൽ ഈ കുട്ടികൾ ഒന്നാം തരത്തിലെത്തുമ്പം ഒന്നാം തരക്കാരാവില്ല, ഉറപ്പാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അവിടെ മികച്ച സർവകലാശാലകളെ കൊണ്ടുവന്നാൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഈ കുട്ടികളുടെ തലച്ചോറിന്റെ ഭൂപടത്തെ ആരോഗ്യപൂർണമാക്കി മാറ്റിയില്ല എങ്കിൽ ഒരു 5 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും തലച്ചോറിന്റെ വികാസം ഏതാണ്ട് പൂർത്തിയാവും. പിന്നെ സാധിക്കാന്നല്ല പറയുന്നത്, വലിയ മെനക്കേടാണ്. സ്വതസിദ്ധമായ ഒരു വളർച്ചയിലൂടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റാതാകും. അതുകൊണ്ട് ലോകത്തുള്ള ഈ അനുഭവങ്ങളെ കുറിച്ച് കേരളം പഠിക്കണം. ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രീ സ്കൂളിന് പൊതുവായിട്ടുള്ള ചട്ടക്കൂട് ഉണ്ടാക്കണം. അത് അങ്കണവാടി ആയാലും സ്കൂളിനോടനുബന്ധിച്ചുള്ള പ്രീ സ്കൂൾ ആയാലും. ഇപ്പൊ 6 വയസ്സാണ് 1ാം ക്ലാസ്സിൽ ചേർക്കാൻ അല്ലേ? അപ്പൊ 1 കൊല്ലം വേണമെങ്കിൽ നിങ്ങൾ സ്കൂളിനോടനുബന്ധിച്ചുള്ള പ്രീ സ്കൂൾ ചേർത്താൽ മതി. ബാക്കി സമയം ഞാൻ പറയും അങ്കണവാടി ചേർക്കണം മുഴുവൻ കുട്ടികളെ. പാസ്സാക്കി ഇനി നമ്മൾ ഒരു പണി എടുക്കണ്ട അല്ലെ? 9 മണിയുടെ ഒരു TV വാർത്ത മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കടിച്ചു കിടന്ന ഒരു ചർച്ച കേട്ടാൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ള ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാവുക. അവിടെ കൈയടിച്ച അനുഭൂതി ഉണ്ടാക്കരുത്. അതിനുവേണ്ടി മുഴുവൻ ജനവിഭാഗങ്ങൾ, കാരണം ഇത് നമ്മുടെ നാളത്തെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നിയമം ഉണ്ടാക്കണം. ആ നിയമത്തിന് വിരുദ്ധമായി കേരളത്തിലെ ഈ പ്രീ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടിയോട് ഒരു പെരുമാറ്റമോ ഒരു ശാസനയോ ഒരു നടപടിയോ പാടില്ല. ഏത് സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കണമെന്ന് ഗവൺമെന്റ് നിശ്ചയിക്കണം. അവിടെ മാതൃഭാഷയായിരിക്കണം വേണ്ടത്.
കുട്ടി വീട്ടിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. ആദിവാസി ഭാഷയാണെങ്കിൽ ആദിവാസി ഭാഷയാണ്. നാട്ടുഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. കളിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഓടിച്ചാടി നടക്കാനും കുറച്ച് വെയിൽ കൊള്ളാനും മഴച്ചാറ് കൊള്ളാനും സ്വന്തമായി കുളിക്കാനും സ്വന്തമായി ശൗചാലയങ്ങളിൽ പോയി വൃത്തിയാക്കാനും ഒക്കെ കഴിവ് നേടുന്ന തരത്തിൽ സ്വാശ്രയ ബോധത്തിലേക്ക് കുട്ടിയെ വളർത്താൻ പ്രീ സ്കൂളിൽ കൂടി തന്നെ സാധിക്കണം. അതിന് പറ്റിയ ഭൗതിക സാഹചര്യങ്ങൾ, അതിന് പറ്റിയ മറ്റ് അക്കാദമിക സാഹചര്യങ്ങൾ, അതിന് അനുയോജ്യരായ യോഗ്യതയുള്ള ടീച്ചർമാർ. നിലവിലുള്ള ടീച്ചർമാർ ഞങ്ങളെല്ലാം യോഗ്യരാണെന്ന് വിചാരിച്ചിരിക്കരുത്. അധിക യോഗ്യത വേണമെങ്കിൽ നിശ്ചിത കാലത്തിന് ശേഷം അധിക യോഗ്യത ഉണ്ടാക്കണം, പഠിക്കണം. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, നാഡീ മനഃശാസ്ത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ജനറ്റിക് ശാസ്ത്രം വികസിക്കുന്നു. ഇതൊക്കെ പഠിക്കാണ്ട് നമുക്ക് ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിരന്തരമായ പഠനങ്ങൾ, അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിന് പറ്റിയ സ്ഥാപനങ്ങൾ, പ്രീ സ്കൂളിന് മാത്രമായിട്ടുള്ള ചുമതലയുള്ള സ്ഥാപനങ്ങൾ, ഗവേഷകർ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഒരു പ്രീ സ്കൂളിന്റെ സംവിധാനത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. അത് വലിയൊരു പങ്കും നമുക്ക് അത് നിർവഹിക്കാൻ പറ്റിയ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ്. എനിക്ക് ശേഷം രമേശൻ മാഷ് ഗ്രാമപഞ്ചായത്തുകൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുക. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം.